ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വിഭവം ചക്കക്കുരു മാങ്ങക്കറിയാണ് കേട്ടോ. പൊതുവേ അതായത് വേനൽക്കാലം ആകുമ്പോൾ പൊതുവെ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരു പ്രധാന കറിയാണല്ലേ ചക്കക്കുരു മാങ്ങ എന്ന് പറയുന്നത്. സീസൺ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചക്കയും മാങ്ങയും കിട്ടുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഈ ചക്കക്കുരു മാങ്ങക്കറി എന്ന് പറയുന്നത് പൊതുവെ മിക്ക വീടുകളിലും നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയും കൂടിയാണ്. അപ്പോൾ നമുക്കിതുപോലെ ചോറിൻ്റെ ഒപ്പവും അതുപോലെ തന്നെ പുട്ടിൻ്റെ ഒപ്പമൊക്കെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കിയാലോ. നമ്മൾ ആദ്യമായിട്ട് ഇതുപോലെ ചക്കക്കുരു ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരിട്ടിട്ട് കുക്കറിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ അതുപോലെ വെള്ളം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പം അമിതമായിട്ടുള്ള വെള്ളം വേണ്ട, നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമായിട്ട് മതി കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് അതുപോലെ മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചു. പിന്നെ നമ്മൾ അരപ്പുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ നാളികേരവും പിന്നെ 5-6 ചെറുള്ളിയും ജീരകവും ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. തീരെ തരികളില്ലാത്ത രീതിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ അരച്ച് എടുക്കണം കേട്ടോ. അതിങ്ങനെ റെഡിയാക്കി വെക്കുക. നമ്മളുടെ ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ അധികമായിട്ട് ഉടഞ്ഞു പോകുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ മാങ്ങ ചേർത്തിട്ട് ഒരു വിസില വേണ്ടി വന്നുള്ളൂ കേട്ടോ. ഒരു വിസിലിന് വേണ്ടി വരണം, അമിതമായിട്ട് അതും ഉടഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ അതിലോട്ട് പിന്നെ നമ്മൾ ഈ അരപ്പാണ് ചേർക്കുന്നത്. അരപ്പ് ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മൾ കുറച്ചൊന്നൊരു തിള വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. തിള വന്നതിന് ശേഷം നമുക്ക് ചാറ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചെറുചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കറക്റ്റ് അളവിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നമുക്കിതുപോലെ കാച്ചി ഒഴിക്കുകയാണ് ചെയ്യുന്നത് അതിലോട്ട്. പിന്നെ ഇതുപോലെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മുടെ വറ്റൽമുളക് ഇട്ടു, വേപ്പില ഇട്ടു. ഇതുപോലെ നന്നായി ഇളക്കിയിട്ട് അതിലോട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം തന്നെ ഇങ്ങനെ ഇളക്കണ്ട കേട്ടോ. നമ്മൾ കറിയിലോട്ട് ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ ഇളക്കി മറിക്കണ്ട. അത് കുറച്ച് നേരം ഒന്ന് പിടിക്കട്ടെ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയിലോട്ട് എല്ലാം തന്നെ മിക്സായിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് കട്ടി കൂടുതലായിട്ട് വന്നിട്ടുണ്ട്.